ശ്രീ മഹാഭാരതത്തിൽ വിരാടപർവമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിരാടപർവത്തിൽ വിരാട നഗരിയിൽ വേഷപ്രച്ഛന്നരായിട്ട് കഴിയുന്ന അജ്ഞാതവാസം അനുഷ്ഠിക്കുന്ന പാണ്ഡവന്മാർ അവിടെ പല തടസ്സങ്ങളുണ്ടായി. കീചകനെ കൊന്നു. കീചകനെ കൊന്നത് ഭീമൻ തന്നെയാണ് എന്ന് ദുര്യോധനാദികൾക്ക് ഒരു ധാരണയുണ്ടാവുകയും പാണ്ഡവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവർ തൃകർത്ത രാജാവായ സ്വശർമാവിൻ്റെ നേതൃത്വത്തിലുള്ള തൃകർത്തന്മാരുടെ സൈന്യം, അതുപോലെ അവരെ പിന്തുടർന്നുകൊണ്ട് ദുര്യോധനന്റെ സൈന്യവും വിരാട നഗരത്തിൽ ചെന്ന് വിരാട രാജാവിൻ്റെ പശുക്കളെ അപഹരിക്കുന്നു. 1,00,000 പശുക്കളെ അപഹരിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഒരു ദിവസം മുമ്പേ തൃകർത്തന്മാർ ആക്രമണം തുടങ്ങി. ആ ആക്രമണത്തിൽ തൃകർത്ത രാജാവായ സ്വശർമാവുമായിട്ട് കങ്കനായിട്ടുള്ള യുധിഷ്ഠിരനും വല്ലവനായിട്ടുള്ള ഭീമനും അതുപോലെ നകുല സഹദേവന്മാരും യുദ്ധ സഹായിച്ചു. തൃകർത്ത രാജാവ് വിരാടനെ ബന്ദിയാക്കി കൊണ്ടുപോകുമ്പോൾ ഭീമന്റെ നേതൃത്വത്തിൽ ചെന്ന് പാണ്ഡവന്മാർ വിരാടനെ മോചിപ്പിക്കുകയും തൃകർത്തനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ജീവച്ഛവമായി തീർന്ന സ്വശർമാവിനെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൃപ കൊണ്ട് വെറുതെ വിടുകയും ചെയ്തു. അങ്ങനെ അയാൾ തിരിച്ചുപോയി. അപ്പോൾ ആ യുദ്ധം പാണ്ഡവന്മാരുടെ 4 പാണ്ഡവരുടെ സഹായം കൊണ്ട് വിരാട രാജാവ് ജയിച്ചു. പക്ഷെ അവിടെ പ്രശ്നം തീർന്നില്ല. ദുര്യോധനനും കർണനും ശകുനിയും കൃപര് ദ്രോണര് അശ്വത്ഥമാവ് കർണൻ ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു മഹാസൈന്യം മറ്റൊരു ഭാഗത്തു നിന്ന് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ 2 യുദ്ധങ്ങളും ഏകദേശം ഒരേ സമയത്താണ് നടക്കുന്നതെങ്കിലും ആദ്യം വന്നത് തൃകർത്തനായതുകൊണ്ട് ആ യുദ്ധത്തെ പറഞ്ഞു. ദുര്യോധനാദികൾ വന്ന സമയത്ത് നടന്ന വളരെ രോമാഞ്ചജനകമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കഥയാണ് തുടർന്ന് പറയുന്നത്. അപ്പോൾ മറുഭാഗത്തു നിന്ന് 2-ാം ദിവസം ആക്രമിച്ചു വന്നത് ആരൊക്കെയായിരുന്നു? ഭീഷ്മോ ദ്രോണശ്ച കർണശ്ച കൃപശ്ച പരമാസ്ത്രവിദ് ദ്രൗണിശ്ച സൗബലശ്ചൈവ തഥാ ദുശാസന പ്രഭോ. നമുക്ക് പരിചയമുള്ള ആളുകളാണ് ഇവരൊക്കെ തന്നെ. അതുകൂടാതെ വിവിംശതിർ വികർണശ്ച ചിത്രസേനശ്ച വീര്യവാൻ ദുർമുഖോ ദുശ്ശളശ്ചൈവ ഏ ചൈവാന്യേ മഹാരഥാഹ. ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവിംശതി, വികർണൻ, ദുർമുഖൻ, ദുശ്ശളൻ ഈ 4 പേരും ദുര്യോധനന്റെ സഹോദരന്മാരാണ്. ഗാന്ധാരിയുടെ 100 മക്കളിൽ ധൃതരാഷ്ട്രയുടെ 100 മക്കളിൽ 4 പേരാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ ചില പ്രഭാഷണങ്ങളിലും പഠനങ്ങളിലൊക്കെ പറഞ്ഞു കാണുന്നത് ദുര്യോധനൻ, ദുശാസനൻ, വികർണൻ എന്നിവരൊഴിച്ച് മറ്റ് ധൃതരാഷ്ട്രപുത്രന്മാരുടെ പേരുകളൊന്നും മഹാഭാരതത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ഒരു വാദഗതി എനിക്ക് കേൾക്കാനും പറ്റി, വായിക്കാനും പറ്റി. അത് മഹാഭാരത പണ്ഡിതനായിട്ടുള്ള മഹാഭാരത പര്യടനം എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുള്ള ശ്രീ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ മാഷ്, അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള മഹാഭാരത ഗവേഷണ ഗ്രന്ഥം നമ്മൾ ഒരുപക്ഷെ വായിച്ചവരുണ്ടാകും. അതിൽ അദ്ദേഹം പറയുന്നു ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും 3 മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 100 എന്നുള്ളത് അതിശയോക്തിയാണ്. കാരണം 3 പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. എന്നാൽ അത് വാസ്തവ വിരുദ്ധമാണ്. മഹാഭാരതത്തിൽ അന്യത്ര മറ്റ് 100 ആദ്യ പർവ്വത്തിൽ 100 മക്കളുടെയും പേര് പറഞ്ഞിട്ടുണ്ട്, വഴിക്രമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വരുന്ന ആളുകളാണ് ഞാൻ ഈ പറഞ്ഞ 4 പേര്. ഇതുകൂടാതെ ചില ആളുകളുടെ പേര് യുദ്ധ രംഗത്ത് വന്നതായിട്ടൊക്കെ മഹാഭാരതത്തിൽ അന്യത്ര പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാനത് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ മഹാഭാരതത്തെ പഠിച്ച ആളുകളും പണ്ഡിതന്മാരായ ആളുകളും പലപ്പോഴും അവരുടെ ഓർമ്മപ്പിശക് കൊണ്ടോ അല്ലെങ്കിൽ അനവധാനത കൊണ്ടോ അല്ലെങ്കിൽ ഇത് ആരും വായിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞാലും അതിനാരും ഖണ്ഡിക്കില്ല എന്നുള്ള ഒരു ധൈര്യം കൊണ്ടോ ഒക്കെയാണ് ഇത്തരം അഭിപ്രായങ്ങൾ തട്ടിവിടുന്നത് എന്നാണ് പറയാനുള്ളത്. ഇവിടെ വിവംശതി, വികർണൻ, ദുശ്ശളൻ, ദുർമുഖൻ ഈ 4 പേരുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. ഇവരൊക്കെ ചേർന്ന് വിരാട് രാജാവിൻ്റെ ഗോധനം 60,000 പശുക്കളെയാണ് അവർ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത്. ഗോപാലന്മാരെ ആക്രമിച്ചു. ഗോപാലന്മാരുടെ ആർത്തനാദം അന്തരീക്ഷമാകെ മുഴങ്ങി. അവരുടെ അധ്യക്ഷനായ ഗോപാധ്യക്ഷൻ ഒരു രഥത്തിൽ അതിവേഗം വന്ന് കൊട്ടാരത്തിലേക്ക് വന്നു. വിരാട് രാജാവ് തൃകർത്തനെ നേരിടാൻ പോയ സമയത്താണ് മറുഭാഗത്തു നിന്നും ഇവരുടെ ആക്രമണം വരുന്നത്. അതുകൊണ്ട് ഈ ഗോപാധ്യക്ഷൻ നേരെ ചെന്നത് അവിടെ ശൂന്യനഗരി എന്ന് വെച്ചാൽ സൈന്യങ്ങളൊക്കെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി പോയ ആ സമയത്ത് ശൂന്യമായിരിക്കുന്ന ആ സ്ഥലം വിരാടന്റെ മകനായ ഉത്തരനെ, ഭൂമിഞ്ജയൻ എന്നുകൂടി പേരുള്ളവനായ ഉത്തരനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ ഭൂമിഞ്ജയനായ ഉത്തരനെ കണ്ടുകൊണ്ടാണ് ഈ ഗോപാധ്യക്ഷൻ ചെന്ന് പറയുന്നത്, അല്ലയോ രാജപുത്ര, വേഗം വന്ന് അങ്ങ്
യുദ്ധം ചെയ്യൂ. മത്സ്യരാജാവ് ഇവിടെ അങ്ങയെയാണ് രാജ്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങ് ശൂരനാണ്, പരാക്രമിയാണ് എന്ന് മത്സ്യരാജാവ് സദസ്സിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ധാരാളം പ്രശംസാവാക്യങ്ങൾ അതൊക്കെ അവിടെ പറഞ്ഞു. അങ്ങ് ഇത്ര ഇത്ര യുദ്ധം ജയിച്ചിട്ടുണ്ട്, അവൻ ആള് കേമനാണ്, പരാക്രമിയാണ്, ബലവാനാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അങ്ങയുടെ പരാക്രമവും ബലവും കാണിക്കാനുള്ള, തെളിയിക്കാനുള്ള അവസരമാണ്, യശസ് നേടാനുള്ള സമയമാണ്. ഇതാ കൗരവന്മാർ വന്ന് നമ്മുടെ ഗോധനത്തെ അപഹരിക്കുന്നു, അങ്ങ് വന്ന് രക്ഷിക്കൂ എന്ന് അദ്ദേഹം വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഉത്തരൻ അന്തഃപുരത്തില് ധാരാളം സ്ത്രീകളുടെ മധ്യത്തിൽ, സ്ത്രീകളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അവരോട് ധാരാളമായിട്ട് യുദ്ധകഥകൾ പറഞ്ഞ് അവനവൻ്റെ വീര്യം പൊങ്ങച്ചം പറയുന്ന ഒരാളായിരുന്നു ഉത്തരൻ എന്ന ഈ രാജകുമാരൻ. സ്ത്രീമധ്യത്തിൽ ആയിരുന്ന ഉത്തരൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഞാൻ വലിയൊരു ധനുസ്സുമായിട്ട് ഇപ്പോൾ തന്നെ പുറപ്പെടുകയായി. പക്ഷെ എനിക്ക് സമർത്ഥനായ ഒരു സാരഥി വേണം, പറ്റിയ ആളിനെ കണ്ടുപിടിച്ചു തരൂ. എനിക്കൊരു സാരഥി ഉണ്ടായിരുന്നു. അയാൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 28 ദിവസം അതോ ഒരു മാസമോ, അദ്ദേഹത്തിന് എന്നെ ഓർമ്മയില്ല, 28 ദിവസമോ ഒരു മാസമോ നീണ്ടു നിന്ന ഒരു യുദ്ധത്തിൽ എൻ്റെ സമർത്ഥനായ സാരഥി മരിച്ചുപോയി. അവനെ പോലെ അശ്വകോവിതനായ, കുതിരയുടെ മർമ്മം അറിയുന്ന ഒരു സാരഥിയെ എനിക്ക് കിട്ടിയാൽ ഞാൻ ആനകളും കുതിരകളും രഥങ്ങളും അടങ്ങിയ ചതുരംഗ പടയോട് കൂടിയിട്ടുള്ള കൗരവന്മാരെ എതിർത്ത് തോൽപ്പിച്ച് പശുക്കളെ കൊണ്ടുവന്നേനെ. ദുര്യോധനനും ഭീഷ്മനും ദ്രോണരും അശ്വത്ഥാമാവും ഒന്നുമല്ല. അവരെയൊക്കെ ഞാൻ ഒരൊറ്റ നിമിഷം കൊണ്ട് ശരിപ്പെടുത്തും, ഇവരൊക്കെ ഞാൻ ഓടിച്ചു വിടും. ഒരുപക്ഷെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പശുക്കളെ അവർ മോഷ്ടിക്കുമായിരുന്നില്ല എന്നൊക്കെ ഈ സ്ത്രീകളുടെ മധ്യത്തിൽ ആളാകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വലിയ വികഥനം, വലിയ വീരവാദം പറയുകയാണ്. അത് അർജുനൻ, അദ്ദേഹം പെൺകുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടാണല്ലോ അവിടെ ഇരിക്കുന്നത്. അർജുനൻ, ബൃഹന്നളയുടെ രൂപത്തിലുള്ള അർജുനൻ അത് കേട്ടിട്ട് പാഞ്ചാലിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പാഞ്ചാലിയും പാവകാത്മജാം സത്യാർജവ ഗുണോപേതാം. പാഞ്ചാലിയുടെ ഗുണങ്ങളെ പറയുന്നു. പാവകാത്മജം, അഗ്നിപുത്രിയാണ്, അഗ്നിയിൽ നിന്നും ജനിച്ചവളാണ് പാഞ്ചാലി. അതുപോലെ സത്യം കൊണ്ടും ആർജവം കൊണ്ടും പ്രസിദ്ധമാണ്. ആർജവം, സത്യം മുതലായ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആ പാഞ്ചാലിയോട് പറഞ്ഞു, ഇവിടെ അർജുനന്റെ സാരഥിയായിട്ടുള്ള ബൃഹന്നളയുണ്ട് എന്ന് നീ ഉത്തരനോട് ചെന്ന് പറയൂ. പല മഹായുദ്ധങ്ങൾ ജയിച്ചവനാണ് അവൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടി അവൻ്റെ സാരഥിയായിട്ട് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് പറയൂ. ഇല്ലെങ്കിൽ ഉത്തരൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ വലിയ അത്യാഹിതം ഉണ്ടാകും എന്ന് അർജുനന് മനസ്സിലായി. അങ്ങനെ പാഞ്ചാലി ചെന്ന് ഉത്തരനോട് പറയുകയാണ്, യോസോ ബൃഹത് വാരണാഭോ യുവാ സുപ്രിയദർശന ബൃഹന്നളേതി വിഖ്യാത പാർത്ഥസ്യാസി സസാരഥി. അല്ലയോ രാജകുമാര, ഇവിടെ ബൃഹത് വാരണാഭ, വലിയൊരു ആനയെപ്പോലെ അത്തഗജം പോലെ നടക്കുന്ന യുവാവായിട്ടുള്ള ഈ സുപ്രിയദർശൻ, കണ്ട നല്ല സുന്ദരനുമായിട്ടുള്ള ബൃഹന്നള എന്ന് പേരുള്ള ഒരു ആളിനെ അങ്ങ് അറിയാമല്ലോ. അദ്ദേഹം അർജുനന്റെ സാരഥിയായിരുന്നു. അതുപോലെ വളരെ പ്രസിദ്ധനുമാണ്, നല്ല തേരോട്ടക്കാരനുമാണ്. ഇദ്ദേഹം പണ്ട് അർജുനൻ യുദ്ധത്തിന് പോകുമ്പോൾ ഇദ്ദേഹത്തെയാണ് കൂട്ടിയിരുന്നത്. ധനുർവിദ്യയിലും ഇദ്ദേഹം പ്രവീണനാണ്, അർജുനന്റെ ശിഷ്യനാണ്. പണ്ട് ഖാണ്ഡവ വനം ദഹിപ്പിച്ച സമയത്ത് അർജുനന്റെ സാരഥിയായിട്ട് ഈ ബൃഹന്നളയാണ് ചെന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങയെ സഹായിക്കും, തേര് തെളിക്കുമെന്ന് പറഞ്ഞു. ഉത്തരൻ ഉടനെ പറഞ്ഞു, സൈരന്ധ്രി, നിനക്ക് അത് അറിയാമായിരിക്കും, അങ്ങനെയാണ്, ശരിയാണ്. ആ യുവാവ് ഇത്തരം ഗുണങ്ങളോട് കൂടിയവനാണെങ്കിൽ അവൻ ഒരിക്കലും ഒരു നപുംസകമല്ല, നമ്മൾ സംശയിക്കുന്ന പോലെ. അവൻ പുരുഷൻ തന്നെയാണ്. അവനെ യുദ്ധത്തിൽ കൊണ്ടുപോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നീ തന്നെ ചെന്ന് അവനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. പാഞ്ചാലി അത് സ്വീകരിക്കാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ സുന്ദരിയായ മകളും സഹോദരിയുണ്ടല്ലോ ഉത്തര എന്ന് പറയുന്ന ആ സഹോദരിയെ ചെന്ന് പറഞ്ഞാൽ, ഉത്തര പറഞ്ഞാൽ അദ്ദേഹം വരും. ഞാനൊരു ദാസിയാണല്ലോ, ഞാൻ പറഞ്ഞാൽ വരണമെന്നില്ല. അങ്ങയുടെ സഹോദരിയായ ഉത്തര എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുമായിരിക്കും എന്ന് പറഞ്ഞു. കാരണം അർജുനനുമായിട്ട് തൻ്റെ ബന്ധം അവിടെ വെളിപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. ഉത്തരൻ ഉടനെ തന്നെ തൻ്റെ സഹോദരിയായ ഉത്തരയെ ബൃഹന്നളയെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ഉത്തര അർജുനന്റെ സമീപം വന്നു ചേരുകയാണ്. ഉത്തര എന്ന ഈ കഥാപാത്രം മഹാഭാരതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. പ്രത്യേകിച്ച് ഈ മഹാഭാരത കഥ പറയുന്നത് വൈശമ്പായനാണ്. പറയുന്നത് ആരോടാണ്? ജനമേജയൻ എന്ന രാജാവിനോടാണ്. ജനമേജയൻ്റെ അച്ഛൻ പരീക്ഷിത്താണ്, പരീക്ഷിത്തൻ്റെ അമ്മയാണ് ഉത്തര. അപ്പോൾ ജനമേജയൻ്റെ പിതാമഹി അല്ലെങ്കിൽ മുത്തശ്ശിയാണ് ഈ ഉത്തര. ആ ഉത്തരയുടെ കന്യകാരൂപത്തിലുള്ള ആ പ്രായത്തിൽ ഉത്തരയുടെ സൗന്ദര്യവും ആ ഒരു നല്ല ലക്ഷണവും ഇവിടെ വൈശമ്പായനൻ പറയുകയാണ്. സാ പ്രാദ്രവത് കാഞ്ചനമാല്യധാരിണി ജ്യേഷ്ഠേന ഭ്രാത്ര പ്രഹിത യശസ്വിനി സുദക്ഷിണ വേദി വിലഗ്നമധ്യ സാ പത്മപത്രാഭനിഭാ ശിഖണ്ഡിനി
മനോഹരമായിട്ട് അലങ്കരിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ശുഭ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള യശസ്വിനിയായിട്ടുള്ള തനുമധ്യമ ആയിട്ടുള്ള താമര പുഷ്പം പോലെ വിടർന്നു നിൽക്കുന്നവളായ സുന്ദരിയും സുലക്ഷണയുമായിട്ടുള്ള ശുഭാംഗിയായിട്ടുള്ള മണിചിത്ര മേഖലകൾ അണിഞ്ഞവളായ ഇങ്ങനെ 4 ശ്ലോകങ്ങളെ കൊണ്ട് ഉത്തരയുടെ സൗന്ദര്യവും നല്ല ലക്ഷണത്തെയും പറഞ്ഞിരിക്കുന്നു. കാരണം ജനമേജയന്റെ പിതാമഹയെക്കുറിച്ചാണ് പറയുന്നത്. മോശമാകാൻ പാടില്ല എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ ഉത്തര പിന്നീട് കുരുവംശത്തിലെ മരുമകളായിട്ട് വരികയും ചെയ്തു, അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ട്. ആ ഉത്തര വന്നിട്ട് അർജുനനോട് പറയുകയാണ്. അർജുനൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ അർജുനൻ ചോദിച്ചു, എന്തിനാണ് കന്യകെ രാജകുമാരി ഇനി വന്നത്? മൃഗാക്ഷി, ഭാമിനി, സുന്ദരി, അങ്കനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വാസ്തവത്തിൽ അർജുനൻ്റെ മകൻ്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടിയാണ്. എങ്കിലും അർജുനൻ അവിടെ കന്യകമാരെ നൃത്തം പഠിപ്പിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ സുന്ദരി എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്യുകയാണ്. അത് പതിവാണ്. കന്യകമാരെ, സ്ത്രീകളെ സുന്ദരി, വരാങ്കനെ, വരവർണ്ണനി എന്നൊക്കെ വിളിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ മറ്റൊരു മര്യാദാ ലംഘനം ആ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് കേട്ട് ഉത്തര പറഞ്ഞു, ഗാവോ രാഷ്ട്രസ്യ ഗുരുഭിക്കാല്യന്തേനോ ബൃഹന്നളെ താം വിജേതും മമ ഭ്രാത പ്രയസ്യതി ധനുർധര. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പശുക്കൾ എന്നാണ്. ആ പശുക്കളൊക്കെ രാഷ്ട്രത്തിൻ്റെ സമ്പത്തായിട്ടാണ് പറയുന്നത്. കൃഷിഭൂമി, പശുക്കൾ, ഇതൊക്കെ തന്നെ ഖനികൾ, ഇതൊക്കെ തന്നെ നദികൾ, വനം ഒക്കെ തന്നെ രാഷ്ട്രത്തിൻ്റെ സമ്പത്താണല്ലോ. വളരെ രാഷ്ട്ര സമ്പത്തായതുകൊണ്ടാണ് രാഷ്ട്രസ്യ ഗാവ എന്ന് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ പശുക്കളെ, പശുധനത്തെ കുരുക്കൾ വന്ന് അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ആ പശുക്കൾ, ആ പൈക്കളെ ജയിച്ചു വരാൻ വേണ്ടി എൻ്റെ ജ്യേഷ്ഠൻ പോകുന്നു. അത് അദ്ദേഹം വില്ലുമൊക്കെ എടുത്ത് തയ്യാറായിരിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സാരഥി ഒരു യുദ്ധത്തിൽ മരിച്ചുപോയി. സമർത്ഥമായ സാരഥിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളെ കിട്ടാത്തതിനാൽ അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈരന്ധ്രി നിന്നെക്കുറിച്ച്, നിന്റെ അശ്വവിദ്യാ സാമർഥ്യത്തെക്കുറിച്ച് പറഞ്ഞത്. നീ അശ്വവിദ്യാ വിശാരദനാണ് എന്ന് പറഞ്ഞു. നീ അർജുനന്റെ സാരഥിയായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നത്, നീ എൻ്റെ സഹോദരനെ സഹായിക്കാൻ വേണ്ടി തേര് തെളിക്കാൻ തയ്യാറാകണം. സ്നേഹം കൊണ്ടാണ്, നിന്നോടുള്ള പ്രണയം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ജീവനൊടുക്കും, ഞാൻ പിന്നെ നിന്നോട് മിണ്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അർജുനൻ ഉത്തരയുടെ വാക്ക് കേട്ട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉത്തരയെയും കൂട്ടി ഉത്തരയാൽ അനുഗന്ധം ആയിട്ട് ഉത്തര അർജുനനെ അനുഗമിക്കുകയാണ്. ഉത്തരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എങ്ങനെയാണ് പോയത്? ഒരു മതയാന നടക്കുന്ന പോലെയാണ് അർജുനൻ്റെ ആ നടത്തം. ആ ഒരു നപുംസകഭാവത്തിലുള്ള ഒരു മതയാനയെ പോലെ ആ തല ഉയർത്തി പിടിച്ചുകൊണ്ട് ആ ശരീരമിളകി ഉള്ള ആ നടത്തം അത് ഗംഭീരമായിരുന്നു. ആ മതയാന മത്തഗജേന്ദ്രൻ്റെ പുറകെ ഒരു പിടിയാന പോകുന്നത് പോലെ ഉത്തരയും ചെന്നു എന്നാണ് പറയുന്നത്. അർജുനൻ്റെ ആ പൗരുഷവും ശരീരത്തിൻ്റെ സൗഭഗവും ഒക്കെയാണ് അവിടെ പറയുന്നത്, ലക്ഷണവും ഒക്കെയാണ് പറയുന്നത്. ബൃഹന്തള അവിടെ ചെന്ന് ഉത്തരനെ നമസ്കരിച്ച് ഉത്തരം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ എൻ്റെ തേരാളിയായിട്ട് വരണം, നീ അർജുന സാരഥിയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നീ ഒരുപാട് മഹായുദ്ധങ്ങൾ ജയിച്ചവനാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബൃഹന്തള അല്പം നാണത്തോടു കൂടി പറയാണ്, ഞാൻ രാജാവേ, ഞാൻ രാജകുമാര, ഞാൻ പാട്ടുപാടാം, നൃത്തം ചെയ്യാം, നൃത്തം പഠിപ്പിക്കുകയും ചെയ്യാം, പക്ഷെ തേർ തെളിക്കാനൊക്കെ എനിക്ക് പറ്റുമോ എന്ന് ഒരു വിനയഭാവത്തിൽ പറഞ്ഞു. അപ്പോൾ ഉത്തരം പറഞ്ഞു, നിനക്ക് പാട്ടുപാടാനും നൃത്തം ചെയ്യാനും അവസരമുണ്ട്. യുദ്ധം ജയിച്ചു വന്നാൽ നിനക്ക് ആടുകയോ പാടുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ നീ ഉത്തമമായ രഥവും ഉത്തമമായ ഹയങ്ങളെയും കുതിരകളെയും തയ്യാറാക്കിയിട്ട് എന്നെ യുദ്ധത്തിൽ സഹായിക്കൂ എന്ന് പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു. അർജുനന് വളരെ താല്പര്യമുള്ള കാര്യമാണ്. യുദ്ധം വന്നാൽ പിന്മാറുന്നത് ക്ഷത്രിയ ലക്ഷണമല്ല. അർജുനൻ എല്ലാ കാര്യങ്ങളും അറിയുന്ന അർജുനൻ സാരഥിയായിട്ട് ആ ജോലി ഏറ്റെടുക്കാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹത്തിന് അണിയാനുള്ള വസ്ത്രങ്ങൾ, കിരീടം, അതുപോലെ ശരീരത്തിൽ പടച്ചട്ട അണിയണം, കവചമണിയണം, ഗോധാങ്കുലി, ഈ വിരലുകൾ അണിയുന്ന ചില കവചങ്ങളുണ്ട്, കൈകളിൽ അണിയുന്നതുണ്ട്. ഇതൊക്കെ തന്നെ അണിയുന്ന സമയത്ത് അർജുനൻ എന്ത് ചെയ്തു? തനിക്കൊന്നും അറിയില്ല, താൻ വെറും ഒരു നവംസകമാണല്ലോ, ഒരു നൃത്താധ്യാപകനാണല്ലോ, തനിക്കൊന്നും അറിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉത്തരയുടെയും മറ്റ് കന്യകമാരുടെയും മുന്നിൽ വെച്ച് അർജുനൻ വലിയ തമാശ കാണിച്ചു എന്നാണ്. കാരണം എനിക്ക് ഒന്നും അറിയാത്തതുപോലെ കവചമെടുത്ത് ഈ നെഞ്ചോട് ചേർത്ത് എങ്ങനെ അണിയണം, എന്നിട്ട് അത് ഉയർത്തിപ്പിടിച്ച് കൈ അകത്തോട് കടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഈ ആദ്യമായിട്ട് ഒരു ഷർട്ടൊക്കെ തയ്പ്പിച്ച ആൾ, പണ്ട് രണ്ടാം മുണ്ടൊക്കെ ഇട്ട് നടന്ന ആൾ, ആദ്യമായിട്ട് ഷർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഷർട്ട് എങ്ങോട്ടാണ് ഇടേണ്ടത്, എങ്ങനെയാണ് അത് കൈ കടത്തേണ്ടത് എന്നൊന്നും അറിയാതെ കളിക്കുന്ന അതേ ഒരു പരിഭ്രമമൊക്കെ അർജുനൻ കാണിച്ചു. അത് കണ്ട് അവിടെ അന്തപുരത്തിലുള്ള കന്യകാപരം സ്ത്രീകളൊക്കെ തന്നെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അർജുനൻ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സീനായിരുന്നു, ഒരു ദൃശ്യമായിരുന്നു. ഉത്തരം തന്നെ വന്ന് അദ്ദേഹത്തെ ആ കവചം ധരിപ്പിച്ചു. അർജുനന് കവചം ധരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, എത്രയോ മഹായുദ്ധങ്ങൾ ജയിച്ച ആളാണ്. യുദ്ധത്തിലെ ലോകൈക നൈപുണ്യ, ലോകൈക വീരനായിട്ടുള്ള അർജുനനെ
ആ ഉത്തരൻ കവചം ധരിപ്പിച്ചു, മറ്റു ആയുധങ്ങളും ചമ്മട്ടിയും കടിഞ്ഞാണൊക്കെ കൊടുത്തു. ധാരാളം ആയുധങ്ങൾ തേരിൽ കയറ്റിക്കൊണ്ട് അവരവിടെ നിന്ന് പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന സമയത്ത് ഉത്തരയും മറ്റ് കന്യകമാരും പറഞ്ഞു, ബൃഹന്നളെ, നീ തിരിച്ചു വരുമ്പോൾ നല്ല വസ്ത്രങ്ങൾ കൊണ്ടുവരണം. ഭീഷ്മർ, ദ്രോണർ മുതലായ ആളുകളുടെ മൃദുലമായ പുതിയ വസ്ത്രങ്ങൾ നീ അപഹരിച്ച് കൊണ്ടുവരണം. അവ നമുക്ക് ഈ രാജകൊട്ടാരത്തിലുള്ള പാവകൾ, പലതരത്തിലുള്ള പാവകളും പ്രതിമകളുമുണ്ട്, അവയെ ധരിപ്പിക്കാം. യുദ്ധം ജയിച്ചതിൻ്റെ ഒരു പ്രതീകമായിട്ട്, വിജയത്തിൻ്റെ ഒരു അടയാളമായിട്ട് അതിനെ നമുക്ക് ഇവിടെ പാവകളെ അണിയിക്കാം. നീ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു, ഉത്തരകുമാരൻ യുദ്ധത്തിൽ ജയിച്ചാൽ ഞാൻ ദിവ്യവസ്ത്രങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് അർജുനൻ അവിടെ നിന്ന് കുതിരകളെ തെളിക്കാൻ തുടങ്ങി. തമുത്തരം വീക്ഷരഥോത്തമേ സ്ഥിതം ബൃഹന്നളായ സഹിതം മഹാഭുജം സ്ത്രീയശ്ച കന്യാശ്ച ദ്വിജാശ്ച സുവ്രതാ പ്രദക്ഷിണാ ചക്രുരഥോ ചുരംഗനാഹ. അങ്ങനെ ഉത്തരനെ തേരിൽ കയറ്റി അർജുനൻ സാരഥിയായിട്ട് ആ മഹത്തായ ബൃഹത്തായ ആ രഥത്തിലങ്ങ് കയറിയപ്പോൾ സ്ത്രീകളും കന്യകമാരും ബ്രാഹ്മണരും വന്ന് ഈ രഥത്തെ പ്രദക്ഷിണം വെച്ചിട്ട് അവർക്ക് ആശീർവചനങ്ങൾ ചൊരിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ സ്ത്രീകൾ പറഞ്ഞു, യത് അർജുനസ്യ ഋഷഭതുല്യഗാമിന പുരാഭവത് ഖണ്ഡവദാഹമംഗളം കുരുൻ സമാസാദ്യ രണേ ബൃഹന്നളെ സഹോത്തരേണാത് തതസ്തു മംഗളം. അല്ലയോ ബൃഹന്നളെ, ഈ പണ്ട് അർജുനൻ എന്ന ഋഷഭതുല്യനായ ആ ഒരു കൂറ്റൻ കാളയെ പോലെ സഞ്ചരിക്കുന്നവനായ അർജുനന്റെ കൂടെ നടന്നവനാണല്ലോ. നീ അവന്റെ സാരഥിയായിരുന്നു. നീ ഖണ്ഡവത്തെ ദഹിപ്പിക്കാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നീ ഉത്തരനോടൊപ്പം ചെന്ന് കുരുക്കളോട് നേരിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചു വരൂ, നിനക്ക് മംഗളം നൽകുന്നു എന്ന് ആ കന്യകമാരും സ്ത്രീകളും. കാരണം അവരുടെ കൂട്ടത്തിലെ ഒരാൾ, അവരുടെ നൃത്താധ്യാപിക ആണ് ഇവിടെ യുദ്ധത്തിന് വേണ്ടി പോകുന്നത്. അവർ പ്രത്യേകമായ മംഗളാശംസകൾ നേരുകയാണ്. തേഹയാ നരസിംഹേന നോദിതാ വാദരംഭസാൻ. വ്യാസൻ കിട്ടിയ സന്ദർഭത്തിലൊക്കെ അർജുനന്റെ മാഹാത്മ്യം പറയുകയാണ്. അദ്ദേഹം ഒരു നരസിംഹമാണ്, മനുഷ്യരൂപത്തിലുള്ള സിംഹമാണ്. അദ്ദേഹം ഇപ്പോൾ തെളിച്ചുകൊണ്ടിരിക്കുന്നത് വെറും കുതിരകളെയാണ്. ആ കുതിരകൾ, സിംഹത്തിന് കുതിരകൾ എന്താണ്, വളരെ വളരെ ദുർബലമാണ്. തൻ്റെ മുന്നിൽ വെറും ശക്തി കുറഞ്ഞ മൃഗങ്ങളാണ്. അതുപോലെ ആ കുതിരകളെ വളരെ അനായാസമായിട്ട് അദ്ദേഹം തളിച്ചുകൊണ്ട് വാതരംഭസ, കാറ്റിന്റെ വേഗതയിലാണ് അദ്ദേഹം ആ തേരോടിച്ചത്. അപേക്ഷതാമപിത്രഘ്നൗ കുരൂണാംബലിനാംബലം ശമീവൃക്ഷം. അങ്ങനെ ആ കൗരവ സൈന്യം വന്നു നിൽക്കുന്നതായ ആ ശ്മശാന ഭൂമി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ശ്മശാന ഭൂമിയിലൂടെയാണ് ഈ പാണ്ഡവന്മാർ വിരാടത്തിൽ പ്രവേശിച്ചത്. ആ ശ്മശാന ഭൂമിയിലുള്ള ശമീവൃക്ഷത്തിന്റെ മുകളിലാണ് അവരുടെ ദിവ്യ ആയുധങ്ങളൊക്കെ വെച്ച് കെട്ടിവെച്ചിരുന്നത്. നകുലനാണ് മുകളിൽ കെട്ടിവെച്ചത്. ആരും അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു ചീഞ്ഞളിഞ്ഞ ശവം കെട്ടിത്തൂക്കുകയും ചെയ്തു. അതിന്റെ ആ സമീപത്ത് കൂടിയാണ് ഈ കൗരവന്മാർ സൈന്യവുമായിട്ട്, വലിയ സൈന്യവുമായിട്ട് അവിടെ നിൽക്കുന്നത്. അർജുനൻ ഉത്തരനോടൊപ്പം അവിടെ എത്തിച്ചേർന്നു. ശമീവൃക്ഷത്തിലാണല്ലോ, അവിടെ അർജുനന്റെ കണ്ണ് അവിടെയാണ്, വൃക്ഷത്തിലാണ്. അപ്പോഴാണ് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ ദുര്യോധനന്റെ പട അതിഗംഭീരമായ ഒരു വലിയ സമുദ്രം തന്നെ, തിരമാലകൾ ഉയർന്നു നിൽക്കുന്ന സമുദ്രം പോലെ നിൽക്കുന്നതായ കൗരവപ്പട കണ്ടു. ആ കൗരവപ്പട കണ്ട് എന്താണ് ഉത്തരന്റെ ഭാവം എന്തായിരുന്നു? ഉത്തരൻ ഒറ്റയ്ക്ക് ദുർബലനായ ഈ സ്ത്രീകളുടെ മുന്നിൽ മാത്രം ആളാകുന്ന ഉത്തരന് യുദ്ധം ജയിക്കാൻ പറ്റുമോ? അർജുനൻ കേവലം ഒരു സാരഥിയായിട്ട്, യുദ്ധത്തിൽ സാരഥിയായിട്ട് മാത്രം അവിടെ അദ്ദേഹത്തെ സഹായിക്കുകയാണോ ചെയ്യുക? അല്ല, അർജുനന് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരുമോ? അർജുനൻ യുദ്ധം ചെയ്താൽ അദ്ദേഹത്തിന്റെ യുദ്ധസാമർഥ്യം കണ്ട് കൗരവന്മാർ അദ്ദേഹത്തെ മനസ്സിലാക്കുകയില്ലേ? ഇങ്ങനെ ഒരുപാട് ഉദ്വേഗം നിറഞ്ഞ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ കഥ ഇനി മുന്നോട്ട്